ക്രൂശില്ലാതെ കിരീടമില്ല. ജീവിതത്തില് നഗളം വന്നുപോവും. അതെ, എന്നാൽ നഗളിച്ചു പോകാതിരിക്കാനായിട്ട് ദൈവം അവനെ തൊട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തില് ശോധനകള്, പരിശോധനകള്, രോഗങ്ങള്, പ്രതികൂലങ്ങള്, കടബാധ്യതകൾ വരുമ്പോഴ് പ്രിയ ദൈവ പൈതലെ, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. എന്റെ ദൈവം എന്നെ മറന്നു കളഞ്ഞോ എന്ന് നിലവിളിക്കുന്ന രുക്മിണി, എന്റെ ദൈവം നിന്നെ മറന്നിട്ടില്ല. തക്ക സമയത്ത് എന്റെ ദൈവം നിന്റെ കടബാധ്യത മാറ്റി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. നീ മാത്രമല്ല, നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു വന്ന് സാക്ഷിയാവുന്ന കർത്താവിന് നിങ്ങളെ കുറിച്ച് ആലോചന വെളിപ്പെടുത്തുന്നു. കാരണം തട്ടി ക്രിസ്ത്യേശുവിനെ മഹത്വപ്പെടുത്തിയാണ്ട്. മാത്രമല്ല, ഒരുത്തൻ കർത്താവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് നാൾതോറും കർത്താവിനെ അനുഗമിക്കണം. ദൈവം അവനവന് ഒരു ക്രൂശ് നൽകിയിട്ടുണ്ട്. പലർക്കും തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. ക്രിസ്ത്യാനി സഹോദരന്മാര് ദുഃഖ വെള്ളിയാഴ്ച നിങ്ങൾ റോഡിൽ തെരുവിലൊന്ന് ഇറങ്ങിയാൽ കാണാം, ഓരോ കുരിശുണ്ടാക്കി ചുമന്ന് അഭിനയിച്ച് കാണിക്കും. കർത്താവ് എവിടെയെങ്കിലും അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കർത്താവ് യഥാർത്ഥത്തില് ക്രൂശ് മരണം അനുഭവിച്ചു നമുക്ക് വേണ്ടി. അവൻ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇനി നമ്മള് കർത്താവിന്റെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്നത് കർത്താവിന് ഇഷ്ടമാവോ? ഇല്ല. പ്രിയ ദൈവമക്കളെ, നമ്മളെ അഭിനയിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അഭിനയിക്കാൻ ഇവിടെ ദേശത്ത് അഭിനയിക്കുന്ന ആളുകളുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, അല്ലാതെ അഭിനയിക്കുന്നവരുണ്ട്. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന അഭിനയിക്കാനല്ല, യഥാർത്ഥമായിട്ടൊരു ആത്മീയ ജീവിതം കർത്താവിന്റെ കാൽ ചുവടുകളിൽ തന്നെ കർത്താവിന്റെ അതെ നമുക്ക് കർത്താവ് വച്ചിരിക്കുന്ന കഷ്ടതയും പിൻപറ്റിക്കൊണ്ട് കർത്താവിനെ അനുഗമിക്കാം. മാത്രമല്ല, മത്തായി 8:17 പ്രകാരം അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു. അതെ, ഞാനും നിങ്ങളും ചുമക്കേണ്ട എല്ലാ ഭാരവും കർത്താവ് ചുമന്നു. നമുക്ക് വേണ്ടി സഹിക്കേണ്ടതെല്ലാം കർത്താവ് സഹിച്ചു. നമുക്ക് എപ്രകാരം ദൈവത്തിന്റെ ബലം നമുക്ക് ലഭിക്കും? ദൈവത്തിന്റെ തിരുവചനത്തില് കർത്താവിന്റെ നാമത്തിൽ നാം ആശ്രയിച്ചാല് ദൈവത്തിൽ നിന്നുള്ള ബലം നമ്മെ എതിരേൽക്കും. സദൃശ്യവാക്യം 18:10 യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കഷ്ടതയാണോ, ബുദ്ധിമുട്ടാണോ, മന്ത്രവാദിയുടെ അടുക്കൽ പോകേണ്ട, പ്രശ്നം നോക്കാൻ പോകേണ്ട, ജോത്സ്യനോട് ചോദിക്കേണ്ട എന്ത് സംഭവിക്കുന്നു. കാരണം നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. നാളത്തെ ദിവസത്തിന് ജോത്സ്യന് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കുന്നു എന്റെ ദൈവത്തിന് മാത്രമേ അറിയാവൂ. മാത്രമല്ല, സ്വന്തം ബലത്തിൽ നാം ആശ്രയിക്കേണ്ട. ഒരു പനി വന്നാൽ മതി, ആള് പിന്നെ കാണുകയില്ലേ. ഇപ്പോഴത്തെ പനിയെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ, യഹോവയുടെ നാമത്തിൽ ബലമുണ്ട്. ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം ദൈവബലം, ദൈവത്തിന്റെ അതുല്യമായ ബലം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇവിടെ 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 45-ാം വചനത്തില് കർത്താവിന്റെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് തന്റെ എതിരാളിയായ ഗോലിയാത്തിനോട് പറയുകയാണ്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഈ ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തില് നിന്റെ നേരെ വരുന്നു. അതെ, ദൈവനാമത്തില് ശത്രുവിന്റെ നേരെ ഇതാ ദാവീദ് കടന്നു ചെല്ലുകയാണ്. അതായത് ദാവീദ് ഒരിക്കലും തന്റെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചില്ല. കർത്താവിന്റെ നാമത്തിൽ ലഭിച്ച ആ ബലത്തെ ദാവീദ് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. ഗോലിയാത്ത് എന്ന മല്ലനെ എതിർക്കുവാൻ തന്റെ ബലത്തെയല്ല, ക്രിസ്തുവിന്റെ നാമത്തെ പരിചയമായിട്ട് ചുമന്നു ചെന്നു. വിജയം ദാവീദിന് തന്നെ ലഭിച്ചു. പ്രിയ ദൈവപൈതലേ, നീ ബലഹീനനാണോ? നിന്റെ ശരീരത്തിലെ ബലം മുഴുവൻ നഷ്ടമായോ? ഞാൻ എല്ലാവർക്കും ഭാരമായല്ലോ എന്ന് നീ വിലപിക്കുന്നുണ്ടോ? എന്നാ നിന്റെ ഹൃദയം കലങ്ങേണ്ട കാര്യമില്ല. ക്രിസ്തു യേശുവിന്റെ നാമത്തില് ക്രിസ്തുവിന്റെ ബലം ധരിച്ചു കൊള്ളുക. മാത്രമല്ല,
യോഹന്നാൻ 18:24 എന്റെ നാമത്തില് എന്തപേക്ഷിച്ചാലും അത് ലഭിക്കും. ഹല്ലേലൂയ. ഇന്ന് ഒരു കൊച്ചു പെൺകുഞ്ഞുമായിട്ട് ഒരു പിതാവ് സാക്ഷീകരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്കൂളില് മിടിമിടിക്കായി പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി പെട്ടെന്ന് പഠിത്തത്തില് താഴോട്ടായി. രക്ഷകർത്താവിന് സ്കൂളിന്റെ അധികാരികള് സ്കൂളിലോട്ട് ക്ഷണിച്ചു പറഞ്ഞു, നിങ്ങളെ മകള് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനി മുകളിലോട്ട് അതിന് കടന്നു വരാൻ കഴിയുകയില്ല, അതിന്റെ പഠിത്തത്തെ കുറിച്ച് ശ്രദ്ധിക്കണം. പിതാവ് വളരെ ഭാരത്തോട് തന്റെ മകളുടെ അവസ്ഥ കർത്താവിന്റെ ദാസിയായ അടിയാളെ വിളിച്ചറിയിച്ചു. ഏത് സമയത്ത് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ പുഴുവായി ആടിയാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം ആ മകളുടെ ഭാവി എനിക്ക് കാണിച്ചു തന്നു. സ്കൂൾ ഫസ്റ്റ് ആകുന്ന തരത്തില് നിങ്ങളുടെ മകളെ ഇതാ കർത്താവ് ഉയർത്തുന്നു. ആ പിതാവിന്റെ സാക്ഷ്യം കേട്ടോ. അടുത്ത പരീക്ഷയില് ആ മകള് സ്കൂൾ ഫസ്റ്റ് മാത്രമല്ല ക്യാഷ് അവാർഡോട് കൂടെ ആ കുഞ്ഞിനെ ദൈവം മാനിച്ചു. കരം തട്ടി ക്രിസ്തു യേശുവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് ദൈവം അവന് ഏറ്റവും ഉയർത്തി. അതേ കർത്താവിനെ കുറിച്ച് എബ്രായ ലേഖനൻ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കർത്താവ് ന്യായവിധിക്കായി വരുമ്പോൾ കൂട്ടി വരുത്തി കർത്താവിന് ഇഷ്ടമില്ലെങ്കിലും സ്വർലോകത്തിലും അതെ അധോലോകത്തിലും ഭൂലോകത്തിലുള്ള സകലയുടെ മുഴങ്ങാലും മടക്കി യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറഞ്ഞിട്ട് നീ പാതാളത്തിൽ പോകേണ്ടവരെ പാതാളത്തിൽ അയക്കുകയുള്ളൂ, അത് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകേണ്ടവന് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തില് പൂർണ്ണ ആശയം വച്ചുകൊള്ളുക. മാത്രമല്ല കർത്താവിന്റെ നാമത്തിൽ നാം ആശ്രയിച്ചാല് പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. അതെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാല് ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തക്ക അധികാരം ദൈവം നിങ്ങൾക്ക് തരും. നാം ദൈവനാമത്തെ പ്രാർത്ഥിച്ചാല് നമ്മുടെ ദീനം, നമ്മുടെ രോഗം കർത്താവ് എടുത്തു മാറ്റും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന് 14-ാം വചനത്തില് നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വാർത്തിട്ട് അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ, എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അതെ, വിശ്വാസത്തോടുകൂടെ നാം പ്രാർത്ഥിച്ചാല് ദൈവം ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും. മാത്രമല്ല നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അതെ, പലപ്പോഴും രോഗശാന്തി പ്രാർത്ഥനയിൽ കടന്നു വന്നിട്ട് നടക്കുന്നില്ല. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയില് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാട്ട് അപ്പോ ദൈവത്തിന്റെ കരം വന്ന് നിങ്ങളെ തൊട്ട് പരിപൂർണ സൗഖ്യം നൽകി വിടുവിക്കും. എഴുന്നേൽക്കാം. സൈന്യത്താലുമല്ല സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആർത്തുപാടി സ്തുതിക്കാം. ആർത്തുപാടി സ്തുതിക്കാം. പെന്തേക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ഹല്ലേലൂയ
സഭ പണിയാം, ആർത്തുപാടി സ്തുതിക്കാം, ആണിക്കല്ലോ കയറ്റാം, ദൈവസഭ പണിയാം, ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. ആണിക്കല്ലോ കയറ്റാം, ദൈവസഭ പണിയാം, ആർത്തുപാടി സ്തുതിക്കാം. എല്ലാവർക്കും കരമുയർത്തി കരം തട്ടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സമയത്ത് കർത്താവ് നിങ്ങളെ തൊട്ട് വിടുതൽ കൽപ്പിക്കുന്ന സമയമാണ്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം, ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം, ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം. പെന്തേക്കോസ്ത് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം, 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 ആർത്തുപാടി സ്തുതിക്കാം. ഭവനത്തില് സുബോധം നഷ്ടപ്പെട്ട മകൻ ഇറങ്ങി ഓടിക്കളയുന്നത് കൊണ്ട് കെട്ടിയിട്ടിട്ട് വന്ന മാതാവ് ഈ സമയത്ത് കർത്താവ് നിങ്ങളുടെ ഭവനത്ത് കർത്താവിന്റെ കരമയച്ച് സുബോധം നഷ്ടപ്പെട്ട് കെട്ടിയിട്ടിരിക്കുന്ന മകനെ സുബോധം കൊടുത്ത് വിടിവെച്ചിരിക്കുന്നു. തന്റെ പൈതലിന് ബ്ലഡ് ക്യാൻസർ രോഗം കാരണം പൈതൽ നഷ്ടപ്പെടുമെന്ന് നിലവിളിക്കുന്ന രാഘവൻ കർത്താവിന്റെ അത്ഭുത കരം പതിച്ച് നിങ്ങളുടെ പൈതലിലുള്ള ബ്ലഡ് ക്യാൻസറിന്റെ രോഗം കർത്താവ് എടുത്തു മാറ്റി പരിപൂർണ്ണ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുന്നു. ഇടയ്ക്കിടെ രക്തം ശ്രദ്ധിക്കുന്ന സുലോചന കർത്താവിന്റെ അത്ഭുത കരം സ്പർശനത്താൽ നിങ്ങളുടെ രോഗബന്ധനം താർത്ത പരിപൂർണ്ണ സൗഖ്യം നൽകി നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. തൈറോയിഡ് രോഗത്തിൽ ഭാരപ്പെടുന്ന 2 വ്യക്തികൾക്ക് കർത്താവ് തൈറോയിഡ് നിന്ന് പരിപൂർണ്ണ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുന്നു. തന്റെ സമ്പാദ്യം ജപ്തി ചെയ്ത് കൊണ്ടുവന്ന നോട്ടീസ് വന്ന നിമിത്തം നിലവിളിയോടൊരു പിതാവ് എന്റെ വലതുവശത്തെ സഹോദരന്മാരുടെ ഭാഗത്ത് പുതിയ കാലിൽ നിൽപ്പുണ്ട്. കർത്താവിതാ നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്നത് ഞാൻ കാണുന്നു. 6 മാസം നിങ്ങൾക്ക് നഷ്ടപ്പെടാവുന്ന എല്ലാ പ്രോപ്പർട്ടിയും കർത്താവിനെ മടക്കി നിങ്ങളെ ഏൽപ്പിക്കുന്നു. കാരണം നാട്ടി ക്രിസ്ത്യാസിനെ മഹത്വപ്പെടുത്തിയാട്ട് തലക്കകത്ത് പഴുപ്പ് കണ്ടത് കാരണം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ അവസ്ഥയാണ്. ഭാരത്തോടെ നിലവിളിക്കുന്ന ഒരു സഹോദരന് കർത്താവിന്റെ ഓപ്പറേഷൻ ഇല്ലാതെ പരിപൂർണ്ണ സൗഖ്യം നൽകി വിടുവിച്ചിരിക്കുന്നു. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തി
ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച അനേക വിദ്യാർത്ഥികള് പരീക്ഷയില് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് ഉന്നത വിജയം ഒരുക്കാൻ പോകുന്നു. 2 വ്യക്തികൾക്ക് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഡിസ്റ്റിങ്ഷനോട് ദേശത്ത് മാനിക്കുന്ന അവസ്ഥയിൽ ദൈവം നിങ്ങൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന 2 വ്യക്തികൾക്ക് ദേശത്ത് ഉന്നത അവസ്ഥയിൽ നിങ്ങളെ ദൈവം മാനിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് തരാൻ പോകുന്നു. ഓരോരുത്തരും കർത്താവ് ഈ സമയത്ത് നിറയ്ക്കുന്നു. കർത്താവിന്റെ അദൃശ്യ കരസ്പർശനം നിങ്ങൾക്ക് ഈ സമയത്ത് കാണാം. നിങ്ങൾക്ക് ഈ സമയത്ത് കർത്താവിന്റെ ദർശനം, അനേകം കർത്താവ് ദർശനങ്ങൾ നൽകുന്നു. ഈ സമയത്ത് കർത്താവ് ഇതാ സ്വർഗീയ ദർശനത്താൽ നിങ്ങൾ നിറയ്ക്കുന്നു. ഓരോ സഹോദരന്മാരെ, ഓരോ സഹോദരിമാരെ ഈ സമയത്ത് കർത്താവ് നിറയ്ക്കുന്നു. അനേകം പാപബന്ധനത്തെ കർത്താവ് അറുത്തു കളഞ്ഞുകൊണ്ട് കർത്താവിനെ കരം പിടിച്ച് നിങ്ങൾ ഉയർത്തുന്നു. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുന്ന തരത്തില് കർത്താവ് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങൾ ഉയർത്തുന്നു. ഞാൻ വ്യാജം പറയുന്നതല്ല, ഞാൻ കള്ളം പറയുന്നതല്ല. നിങ്ങൾക്ക് ഈ സമയത്ത് കർത്താവിന്റെ അഗ്നികാര സ്പർശം അനുഭവിച്ചറിയാൻ കഴിയും. തങ്കലത കർത്താവിന്റെ അഭിഷേകത്താൽ നിങ്ങൾ നിറയ്ക്കുന്നു. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന വചനപ്രകാരം നിങ്ങളുടെ പിന്മാറ്റ അവസ്ഥയെ കർത്താവിന്റെ അറുത്തു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ മുഴയുടെ ഭാരത്തോടെ വന്ന മുഴകൾ കർത്താവ് എടുത്തു മാറ്റി പരിപൂർണ്ണ സൗഖ്യം കൽപ്പിച്ചിരിക്കുന്നു. മദ്യപാനത്താല് ഭവനത്തിന് സമാധാനമില്ല, ഭവനത്തിലെ സമാധാനം നഷ്ടപ്പെട്ട് ഭവനത്തിൽ ഉയർച്ചയുമില്ല, എല്ലാം തകർച്ചയില് നെടിയപ്പെട്ടുകൊണ്ട് 6 കുടുംബം നിലവിളിയോടെ നോക്കുന്നു. 6 കുടുംബത്തിലും ഈ സമയത്ത് കർത്താവ് വിടുതൽ കൽപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. അത് പ്രാർത്ഥനയാൽ വരുന്ന ശക്തി, ബലം. നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയ മക്കളെ, നാം പ്രാർത്ഥിച്ചാല് ദൈവം തന്റെ ബലത്തിൽ നമ്മെ നിറയ്ക്കും. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തില് ഒരു ദൈവദാസൻ നിന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞു. ആരെങ്കിലും മഴ കാണാത്തവരുണ്ടോ? രാജ്മഹൽ കാണും പോലെ ഇരുന്ന് മഴയെ നോക്കി കാണണ്ട. ഇപ്പൊ ഈ സമയത്ത് സ്വർഗീയ അഗ്നിയാൽ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുന്നു. പരിസരം മറന്ന് ഇരിക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ഇരിക്കുന്നുള്ള സ്വഭാവത്തോടെ ഇരുന്നാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം നാം വായിച്ചാല് ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും
ദഹിപ്പിച്ചു കളഞ്ഞു. ഒരൊറ്റ ഏലിയാവ് മാത്രം ഒറ്റയ്ക്കൊരുത്തൻ നിലവിളിയോടെ നിലവിളിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ദൈവത്തിന്റെ തീ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് സ്വർഗം തുറന്ന് ഏലിയാവിന്റെ മുമ്പിൽ വന്നു. അതായത് നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവിനെ കുറിച്ച് അവൻ നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ, മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ 3 വർഷവും 6 മാസം അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് മഴ ദേശത്ത് പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. നീ പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ ബലത്താൽ നിങ്ങളെ നിറയ്ക്കും. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വചനത്തില് നന്നാ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഇയ്യോബിന് ഇരട്ടിപ്പായിട്ട് ദൈവം അനുഗ്രഹിച്ചതായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 42:10 രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 ദിനവൃത്താന്തം 4:10 യബ്ബേസ് അവന്റെ ജനനം വ്യസനത്തിൽ, അവൻ വ്യസനത്തോടുകൂടെ കഴിച്ചു. എന്നാൽ ദൈവത്തോട് അവൻ അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ച് ഉയർത്തി. അവന്റെ അതിരുകള് ദൈവം വിശാലമാക്കി. യെശയ്യാ പുസ്തകം നാം വായിച്ചാല് 38-ാം അധ്യായത്തില് ഹിസ്കിയാവ് ചക്രവർത്തി രോഗം പിടിച്ചു മരിപ്പാറായി, മരിച്ചു പോകും, യാതൊരു പ്രതീക്ഷയില്ല. എന്നാൽ അവൻ പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് രോഗത്തെ എടുത്തു മാറ്റി 15 വർഷം കൂടെ ആയുസ് നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വലതുവശത്തൊരു സഹോദരൻ, എന്റെ ഹൃദയം സ്തംഭിച്ചു പോകും, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു എന്ന് നിലവിളിക്കുന്ന സഹോദര, ഈ സമയത്ത് കർത്താവ് നിങ്ങളുടെ ശരീരത്തിലുള്ള ഡോക്ടർമാർ കണ്ടുപിടിച്ച ഹാർട്ട് അറ്റാക്ക് എന്ന മാരക രോഗത്തെ എടുത്തു മാറ്റി പരിപൂർണ്ണ സൗഖ്യം നൽകി നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. വീണ്ടും നാം ശ്രദ്ധിച്ചാല് എപ്രകാരം ദൈവത്തിന്റെ ബലം നമുക്ക് പ്രാപിക്കാൻ കഴിയും? വിശ്വാസത്താൽ ദൈവത്തിന്റെ ബലം നമുക്ക് പ്രാപിക്കാൻ കഴിയും. ശരിയാണോ? എബ്രായർക്കുള്ള ലേഖനം 11:5 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അതെ, ഹാനോക്ക് വിശ്വാസത്താല് ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തിന്റെ ബലം പ്രാപിച്ചു. അതെ, എപ്രകാരം ഹാനോക്ക് ദൈവത്തിന്റെ കൃപ പ്രാപിച്ചു? ആമോസ് പ്രവചന പുസ്തകം 3-ാം അധ്യായം 3-ാം വചനത്തില് 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇവിടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ ആരംഭിച്ചു. എങ്ങനെ? തല മൊട്ടയടിച്ച് കാവ്യവസ്ത്രം കൊടുത്തോണ്ടോ? ഇല്ല, താൻ കുടുംബ ജീവിതത്തോടുകൂടെ ദൈവത്തോട് കൂടെ നടക്കാൻ ആരംഭിച്ചു. മാത്രമല്ല കർത്താവിന്റെ വിളിക്ക് അവൻ പൂർണ്ണ അനുസരണം കാണിച്ചു. തന്റെ നടപ്പ് കർത്താവിന്റെ കാഴ്ചപ്പാടുകളിൽ തന്നെ ആയിരുന്നു. അതെ, ഓരോ ദൈവവൈതലിന്റെയും നടപ്പ്, അനുനിമിഷമുള്ള നടപ്പ് കർത്താവിന്റെ കാഴ്ചപ്പാടുകളിൽ തന്നെ ആയിരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹാനോക്ക് മറ്റുള്ളവരെയോ ഭൂരിപക്ഷത്തെ നോക്കി ജീവിച്ചില്ല, മതത്തെ നോക്കി ജീവിച്ചില്ല. പക്ഷേ അവൻ ദൈവത്തെ നോക്കി നടക്കാൻ തുടങ്ങി. മരണം കൂടാതെ വിശ്വാസത്താൽ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഏലിയാവിനെ നാം ശ്രദ്ധിച്ചാല് മരണം കൂടാതെ ദൈവം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തു. വീണ്ടും നാം ശ്രദ്ധിച്ചാല് ആ കാഴ്ച എലീശ എന്ന ദൈവദാസൻ കാണാനിടയായി. കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി. മാത്രമല്ല കർത്താവ് തന്റെ കരമുയർത്തി തന്റെ ജനത്തെ അനുഗ്രഹിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്തു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കുഞ്ഞിനൊരു അഡ്മിഷന് വേണ്ടി നിലവിളിക്കുന്ന ഗിരിജ, കർത്താവ് നിന്റെ മകൾക്ക് ഒരു അഡ്മിഷൻ ഒരുക്കി തരികയില്ലേ? നിശ്ചയമായിട്ടും ശിഷ്യഗണങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് നിങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. ഇതിന്റെ അർത്ഥം നാമും ജീവിച്ചിരിക്കുമ്പോ തന്നെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന മക്കളെന്ന് ജീവിച്ചിരിക്കുമ്പോ തന്നെ സാക്ഷീകരിക്കണം. ലോകം സാക്ഷീകരിക്കണം. മരിച്ചതിന് ശേഷം
കുഴിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്നതല്ല വിശുദ്ധി. മാത്രമല്ല എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തില് വിശ്വാസ വീരന്മാരുടെ പട്ടികയില് ഇതാ സകലരും സാധാരണ മനുഷ്യര്, സകലരും ബലഹീനര്. എന്നാൽ ബലഹീനരായിരുന്നിട്ടും അവർ വിശ്വാസത്താൽ ബലം പ്രാപിച്ചു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. അതെ, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വാസ നമുക്ക് ദൈവത്തിന്റെ ശക്തി പ്രാപിക്കാൻ കഴിയും. കാരണം നാം ആരാധിക്കുന്ന കർത്താവ് വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവനുമാണ്. വീണ്ടും നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് ബലം പകർന്നു നൽകും. യെശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാം വചനത്തില് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യഗണങ്ങളെ ബലപ്പെടുത്താൻ ആഗ്രഹിച്ചു. എന്നാൽ ശിഷ്യന്മാര് യഹൂദന്മാരെ പേടിച്ച് വാലിലടച്ച് മുറിക്കകത്തിരുന്നു. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും ശമരിയയിലും യഹൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 8-ാം വചനം. അതെ, അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അവര് ദൈവത്തിന്റെ ബലം പ്രാപിച്ചു. കർത്താവിന് വേണ്ടി ധീര രക്തസാക്ഷികളായി. മാത്രമല്ല സഖരിയാ പ്രവചന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വചനത്തില് ദൈവം അരുളിച്ചെയ്യുന്നു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. അതെ, പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതെ, യേശു കർത്താവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, പ്രാർത്ഥനയില് ശക്തിയുണ്ട്, യേശു കർത്താവിന്റെ വിശ്വാസത്തില് ബലമുണ്ട്. യേശു കർത്താവിൽ നാം വിശ്വസിച്ചാല് നമുക്ക് ദൈവത്തിന്റെ ശക്തി പ്രാപിക്കാം. പരിശുദ്ധാത്മാവില് ഉന്നത ബലമുണ്ട്. 1 യോഹന്നാൻ 5:14 അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാവുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞാട്ടെ, കർത്താവിന്റെ രക്തത്താൽ കഴിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ദൈവമായ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ വൻകൃപ ചൊരിയും. മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ബലപ്പെടുത്തി നിങ്ങളെ വഴി നടത്തും. യെശയ്യാപ്രവചന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാം വചന പ്രകാരം ദൈവം തന്റെ പുതിയ നാവ് നിങ്ങൾക്ക് വച്ചുപിടിപ്പിക്കും. പ്രവാചകൻ, ഇതാ ഞാൻ അകൃത്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുകയാണ്. അവൻ തന്റെ സങ്കടം ദൈവത്തോട് അറിയിച്ചു. ക്ഷണത്തില് സറാഫികളിൽ ഒരുത്തൻ തീക്കനൽ കൊണ്ടുവന്ന് എന്റെ വാക്ക് തൊട്ടു. ആ ക്ഷണത്തിൽ തന്നെ പുതിയൊരു നാവ് പ്രവാചകൻ പ്രാപിച്ചു. പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തിന് നിങ്ങളെ തന്നെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അത് പുതുഭാഷ നിങ്ങളുടെ നാവിന്മേല് വച്ചു തരും. മാത്രമല്ല പുതിയ സന്തോഷത്തെ ദൈവം നിങ്ങളെ നിറയ്ക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാം വചനത്തില് ഏലിയാവിന്റെ പിന്നാലെ എലീശ എന്നൊരു ദൈവദാസൻ പിടാപ്പിടിയായിട്ട് നടന്നു. ആ ദൈവദാസന് ഒന്നേ ഉള്ളൂ ആഗ്രഹം, കർത്താവിന്റെ ദാസനായ ഏലിയാവിന്റെ മേലുള്ളതില് ഇരട്ടിപ്പ് ശക്തി വേണം. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. എബ്ബേസ് അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഹിസ്കിയാവ് അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ദാവീദ് അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. എന്റെ ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രിയ ദൈവമക്കളെ, യഹോവയിൽ തന്നെ ബലമാ നാം ചാരിക്കൊള്ളുക. അത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യം. യഹോവ തന്നെ ബലമായിരിക്കുന്നു. അത് ദൈവത്തെ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞു ഒഴുകട്ടെ.
ആമേൻ. ദൈവം തരുന്ന മഴയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരും കയ്യും കെട്ടി അലസതയോട് നോക്കി നിൽക്കരുത്. എല്ലാവരും ആരാധിക്കണം. എല്ലാവരും കർത്താവിനെ ആരാധിക്കണം. എല്ലാവരും എല്ലാവരും എല്ലാവരും. ആമേൻ 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 കർത്താവേ. ആമേൻ കർത്താവേ. ആമേൻ കർത്താവേ. ആമേൻ കർത്താവേ. അങ്ങ് കടന്നു വന്നിരിക്കയാൽ സ്തോത്രം കർത്താവേ. സ്തോത്രം കർത്താവേ. സ്തോത്രം കർത്താവേ. എല്ലാരിലും അഗ്നി ഇറക്കുകയാൽ സ്തോത്രം കർത്താവേ. സ്തോത്രം കർത്താവേ. എല്ലാവരും എല്ലാവരും എല്ലാവരും. ആമേൻ 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 ആമേൻ. ജനശകാല ബന്ധനത ബലജറ. അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. അഗ്നി മഴ നിങ്ങളിൽ ഇറങ്ങുന്നു. സ്വർഗത്തിലെ തീ നിങ്ങളിൽ വ്യാപരിക്കുന്നു. എല്ലാവരിലും 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 എല്ലാവരിലും. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. നന്ദി കർത്താവേ. ആരാധനയുടെ പ്രാരംഭത്തിൽ തന്നെ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് കടന്നു വന്നിരിക്കാൻ നന്ദി. നന്ദി. കരം ഉയർത്തി കരം തട്ടി പാടുക. ആമേൻ. വാദ്യഘോഷങ്ങളോട് ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷം. കരം ഉയർത്തി കരം തട്ടി പാടുക. കരം ഉയർത്തി കരം തട്ടി പാടുക. ആരും മഴയിൽ നിന്ന് ഉറങ്ങരുത്. അഗ്നി ഇറങ്ങുന്നു എല്ലാരിലും എല്ലാരിലും. വാദ്യഘോഷങ്ങളോടുള്ള ജയത്തിന്റെ പാട്ടുകൾ. വാദ്യഘോഷങ്ങളോടുള്ള ജയത്തിന്റെ പാട്ടുകൾ. ആഘോഷമായി പാടിയിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ആഘോഷമായി പാടിയിടുക ശുദ്ധിമാന്മാർ സഭയിൽ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം യേശുരാജൻ നാമത്തിനു. ജയം ജയം എപ്പോഴും. യേശുരാജൻ തിനു ജയം ജയം എപ്പോഴും. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്ര. എല്ലാരും കരം തട്ടി കരമടിച്ച് പാടുവേൻ. എല്ലാരും കരം ഉയർത്തി കരം തട്ടി പാടുവേൻ. ആമേൻ 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 ആമേൻ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാകളങ്ങൾ ഊതിടുമ്പോ പൂതലം വിറയ്ക്കുമേ. കാകളങ്ങൾ ഊതിടുമ്പോ പൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം. ആമേൻ ആമേൻ ആമേൻ. അഗ്നി 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 അഗ്നി. ഫയർ fire, 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 fire from heaven, divine power, divine fire, godly fire, fire from above. ആരാധിക്കാം
ആരാധിക്കാം, 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 ആരാധിക്കാം. ദൈവത്തെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വം അർപ്പിക്കാം. ആമേൻ, ആമേൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു എല്ലാരിലും. യേശു സ്വാമി അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്ന യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇരിക്കാം. മർക്കോസ് 11:22 വചനം കേൾക്കാം. മർക്കോസ് 11:22 വചനം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. Have faith in God. ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ഇരുപ്പിൻ. ദേവനിടത്തിൽ വിശ്വാസമുള്ളവരായി ഇരുങ്ങൾ. Have faith in God. Amen. Hallelujah. 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 എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാമോ? കരം തട്ടി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. ആമേൻ. വിശ്വാസം യേശു കർത്താവ് തന്നെ അരുളി ചെയ്യുന്നു, സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. Have faith in God. Have faith in Almighty God. യേശു അരുളി ചെയ്യുന്നു. What do you mean by faith? What do you mean by faith? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 6 വചനത്തിൽ കർത്താവിന്റെ അഭിഷക്തൻ വിശ്വാസത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നു. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവം ഉണ്ട് എന്ന് നീ വിശ്വസിക്കാം. ദൈവം ഉണ്ട്. എബ്രായർ 11:6 വചനം ശ്രദ്ധിക്കാം. എബ്രായർ 11:6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. Hallelujah. There is a God. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായം 14 വചനത്തിൻ പ്രകാരം ജെറേമിയ 32 അധ്യായം 17 വചനത്തിൻ പ്രകാരം ജെറേമിയ 32:27 വചനത്തിൻ പ്രകാരം സങ്കീർത്തനം 139 7 വചനത്തിൻ പ്രകാരം 1 യോഹന്നാൻ 3 അധ്യായം 20 വചനത്തിൻ പ്രകാരം സർവശക്തനായ ദൈവം നമുക്ക് ഉണ്ട്. സർവവ്യാപിയായ ദൈവം നമുക്ക് ഉണ്ട്. സർവജ്ഞാനിയായ ദൈവം നമുക്ക് ഉണ്ട്. ഹല്ലേലൂയ. അന്ന് ചെങ്കടൽ വിഭജിച്ചവൻ ഇന്നും നമ്മുടെ ദൈവമാണ്. ആമേൻ. അന്ന് റഫീദീം പർവ്വതത്തെ വിഭജിച്ച് വെള്ളം കൊണ്ട് ജനത്തിന്റെ ദാഹം തീർത്ത ദൈവം ഇന്നും നമ്മുടെ ദൈവമാണ്. മരിച്ച് 4 ദിവസമായി നാറുന്ന ലാസറുടെ കല്ലറയ്ക്ക് അടുക്കൽ നിന്ന് ലാസറേ പുറത്തേക്ക് വരിക എന്ന് കൽപ്പിച്ച ആ ദൈവം ഇന്ന് നമ്മുടെ ദൈവമാണ്. അവൻ ഉണ്ട്, അവൻ ഉണ്ട്, അവൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ ജീവനോടുണ്ട് എന്ന് നീ വിശ്വസിക്കേണ്ടതല്ലോ.
അതുകൂടാതെ അവന്റെ അടുക്കൽ അവൻ അന്വേഷിച്ചു വരുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്ന് നീ വിശ്വസിക്കണം. ആമേൻ. 10-40 സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ട് 4000 പേർക്ക് വിടുതൽ കൊടുക്കുമ്പോൾ 40 പേർ സാക്ഷിയുമായി കടന്നു വരികയുള്ളു. ദൈവം ഉണ്ട്. തന്നെ അന്വേഷിച്ചു വരുന്നവർക്ക് അവൻ പ്രതിഫലം നൽകി. ആ വിശ്വാസത്തിൽ ദൈവ പൈതല് നിറഞ്ഞു ജീവിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 5-ാം വചനത്തിൽ ആദിമ സഭയുടെ ഡീക്കൻ സ്റ്റീഫാനോസ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരു കൂട്ടം സുവിശേഷ വിരോധികളുടെ മുമ്പിൽ സത്യത്തിൻ സാക്ഷ്യ നിലകൊള്ളുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 5-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സ്റ്റീഫാനോസ് വിശ്വാസത്തിൽ നിറഞ്ഞു നിന്ന് നീയും വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കാം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 3-ാം വചനത്തില് ആദിമ നൂറ്റാണ്ട് സഭ വിശ്വാസത്തിൽ വർദ്ധിച്ചു വളർന്ന് എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, നീയും വിശ്വാസത്തിൽ വർദ്ധിച്ചു വളരുക. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. കർത്താവിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും പ്രതിഫലമുണ്ട്. കർത്താവിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും രക്ഷ ഉണ്ട്. കർത്താവിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും ജീവൻ ലഭിക്കും. കർത്താവിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും രോഗശമിക്കും ലഭിക്കും. യേശുവിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കും. യേശു കർത്താവിന്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും നിത്യ ജീവൻ ലഭിക്കും. ആ ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. വിശ്വാസത്തിൽ വർദ്ധിച്ചു വളരുക, വിശ്വാസത്തിൽ നിറഞ്ഞു നിൽക്കുക. അവന്റെ അടുക്കൽ കടന്നു വന്ന് അവൻ എന്നെ അനുഗ്രഹിച്ച് അടുത്ത സെക്കൻഡിൽ നിന്റെ വിശ്വാസം തീർന്നു പോകരുത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ലൂക്കോസ് 18-ാം അധ്യായം 8-ാം വചനത്തിൻ പ്രകാരം സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, ഓ ബന്ധനത്തോട് കടന്നു വന്ന് ദൈവം ബന്ധനം മാറ്റി. ക്യാൻസറോട് കടന്നു വന്ന് സുന്ദർ സിംഗ് പ്രാർത്ഥിച്ച് കർത്താവ് ക്യാൻസർ മാറ്റി തന്നു. 20 ആണ്ടുകളായി മക്കളില്ലാതെ കടന്നു വന്ന് സുന്ദർ സിംഗ് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവം തലമുറയെ തന്നു. അതോട് നിന്റെ ജീവിതം തീർന്നു പോകുന്നില്ല. അതോട് നിന്റെ വിശ്വാസ ജീവിതം തീർന്നു പോകുന്നില്ല. അന്നാണ് തുടങ്ങുന്നത്. അന്നാണ് തുടങ്ങുന്നത്. അന്നാണ് നിന്റെ ആത്മീയ ജീവിതം തുടങ്ങുന്നത്. നിന്റെ വിശ്വാസം തീർന്നു പോകരുത്. My dear brother, let not your faith exhaust. My dear sister, let not your faith exhaust. വിശ്വാസം തീർന്നു പോകരുത്. വിശ്വാസം വർദ്ധിച്ചു വളരണം. വിശ്വാസത്തിൽ നിറഞ്ഞു ജീവിക്കാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങിപ്പോയോ? നിങ്ങൾ ആരും ഉറങ്ങിയാലും ഞാൻ കാണും. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമുക്ക് അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിക്കോ ഒന്ന് കൈ ഷേക്കൻഡ് കൊടുത്തിട്ടൊന്ന് പറയാം, ബ്രദർ വിശ്വാസത്തിൽ വളരുക. പറയുക, പറയുക. എല്ലാരും 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 കൈ കൊടുക്കുക. എല്ലാരും വലതു ഭാഗത്തും ഇടതു ഭാഗത്തും കരം കൊടുത്ത് ബ്രദർ വിശ്വാസത്തിൽ വളരുക എന്ന് പറയുക. ഹല്ലേലൂയ. കുറച്ചുപേരുടെ ഉറക്കം പോയി. ഉറങ്ങിയവരുടെ കൈ പിടിക്കാൻ തുടങ്ങി. കുറച്ചുപേരുടെ ഉറക്കം പോയി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തിന്റെ മർമ്മം നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നു. ഒന്നാമത് മർക്കോസ് 1-ാം അധ്യായം 15-ാം വചനം. മർക്കോസ് 1:15. കാലം തികഞ്ഞു
ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അതിന് മുമ്പായി മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. ജീവിതം നേരെയാകട്ടെ. മാനസാന്തരം എന്താണ്? മാനസാന്തരം എന്ന് ധ്യാനിക്കും മുമ്പ് എന്തല്ല മാനസാന്തരം എന്നും നാം ധ്യാനിക്കണം. മാനസാന്തരം മതഭക്തിയല്ല. ആമേൻ, 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 ആമേൻ. Repentance is not a religious brother. മാനസാന്തരം മതഭക്തിയല്ല. താടി നീട്ടി വളർക്കുന്നതും തല മൊട്ടയടയ്ക്കുന്നതും ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന്റെ കളർ മാറ്റുന്നതും ഷേപ്പ് മാറ്റുന്നതും മാനസാന്തരത്തോട് ബന്ധപ്പെട്ടതല്ല. മാനസാന്തരം നിന്റെ ഹൃദയത്തിൽ സംഭവിക്കേണ്ടതാണ്. മാനസാന്തരം നിന്റെ അകമയുള്ള മനുഷ്യനിൽ സംഭവിക്കേണ്ടതാണ്. മാനസാന്തരം മതഭക്തിയല്ല. രണ്ടാമത്, മാനസാന്തരം കുറ്റബോധം മാത്രമല്ല. കൺവിക്ഷൻ ഈസ് നോട്ട് റിപ്പൻഡൻസ് ബ്രദർ. വെറും ഉണ്ടാകുന്ന കുറ്റബോധം മാനസാന്തരമല്ല. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സൗൽ തെറ്റ് പ്രവർത്തിച്ച് കുറ്റബോധമുണ്ടായി. പക്ഷെ സൗൽ മാനസാന്തരപ്പെട്ടില്ല. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈദാസ് ഇസ്കാരിയോത്ത് വലിയ തെറ്റ് ചെയ്ത് കുറ്റബോധമുണ്ടായി. അവൻ നിലവിളിച്ച് കരഞ്ഞ്. പക്ഷെ മാനസാന്തരം ഉണ്ടായില്ല. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഏശാവ് തെറ്റു ചെയ്ത് അവൻ നിലവിളിച്ച് കരഞ്ഞ്. അവന്റെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടായി. പക്ഷെ മാനസാന്തരം ഉണ്ടായില്ല. Conviction is not repentance. മൂന്നാമത്, ഏറ്റുപറയുക. ഏറ്റുപറച്ചൽ മാത്രം കുറ്റബോധം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ചെയ്ത തെറ്റുകളെ ഏറ്റുപറയുന്നത് മാത്രം മാനസാന്തരം അല്ല. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സദൃശവാക്യം 28 അധ്യായം 13 വചനത്തിൻ പ്രകാരം കുറ്റബോധം ഉണ്ടാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വരിക, ഏറ്റുപറയുക. അതോട് കൂടെ ഇനി ഞാൻ കള്ളു കുടിക്കുകയില്ല, ഇനി ഞാൻ വേളാങ്കണ്ണി പോവുകയില്ല, ഇനി ഞാൻ പുണ്യവാളനെ നോക്കുകയില്ല, ഇനി ഞാൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ പോവുകയില്ല, ഇനി ഞാൻ മദ്യപിക്കുകയില്ല, ഇനി ഞാൻ കള്ളു കുടിക്കുകയില്ല, ഇനി ഞാൻ വേശ്യത്തനം പ്രവർത്തിക്കുകയില്ല, ഇനി ഞാൻ കള്ളം പറയുകയില്ല, ഇനി ഞാൻ കപടഭക്തി കാണിക്കുകയില്ല എന്ന് എന്നേക്കുമായി തന്റെ പഴയ പാപം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക. അതാണ് മാനസാന്തരം. Hallelujah. Say no to sins and say yes to Jesus Christ. പാപത്തിന് ഇല്ല എന്ന് പറയുക, യേശുവിന് അതേ കർത്താവ് എന്ന് പറയുക. അതാണ് മാനസാന്തരം. ആമേൻ, 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 ആമേൻ. മാനസാന്തരപ്പെട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തിൽ വിശ്വസിക്കുക. എസ്രാ ശാസ്ത്രി സങ്കീർത്തനത്തിൽ മാനസാന്തരത്തിന്റെ വ്യാഖ്യാനം, സങ്കീർത്തനം 119 59 വചനത്തില് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. സങ്കീർത്തനം 119 59. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു, എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. ഒരിക്കൽ കൂടെ, ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു. ദൈവഭക്തൻ എസ്രാ ശാസ്ത്രി എഴുതുന്നു, ദൈവമേ, ഞാൻ എന്റെ വഴികളെ വിചാരിച്ച് എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ എന്റെ കാലുകള് ദൈവമേ അങ്ങയുടെ സാക്ഷ്യത്തിലേക്ക് തിരിക്കുന്നു. എന്റെ കാലുകൾ ഇനി കള്ളുകട നോക്കി നടക്കുകയില്ല. എന്റെ കാലുകൾ ഇനി തീർത്ഥാടന കേന്ദ്രങ്ങൾ നോക്കി നടക്കുകയില്ല. എന്റെ കാലുകൾ ഇനി സിനിമാശാല നോക്കി നടക്കുകയില്ല. എന്റെ കാലുകൾ ഇനി പാപം പ്രവർത്തികൾ നടക്കുകയില്ല.
യേശു സ്വാമി, എന്റെ കാലുകൾ ഇന്ന് മുതൽ അങ്ങയുടെ ഭാഗത്തിലേക്ക് ഞാൻ തിരിക്കുന്നു, അങ്ങയുടെ വചനത്തിലേക്ക് ഞാൻ തിരിക്കുന്നു. കർത്താവിനെ നോക്കി, കർത്താവിനെ നോക്കി, കർത്താവിനെ നോക്കി. ഒരു ദൈവഭക്തന്റെ കാലുകൾ തിരിയണമെങ്കിൽ ആദ്യം യോബിന്റെ പുസ്തകം 31 അധ്യായം 1 വചനത്തിൻ പ്രകാരം ആ മനുഷ്യന്റെ കണ്ണുകൾ തിരിയണം, കാലുകൾ കർത്താവിന്റെ ഭാഗത്തിലേക്ക് തിരിയണമെങ്കിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആദ്യം ദാനിയേൽ പുസ്തകം 1 അധ്യായം 8 വചനത്തിൻ പ്രകാരം ആദ്യം അവന്റെ ഹൃദയം കർത്താവിന്റെ ഭാഗത്തിലേക്ക് തിരിയണം. ഒരു മനുഷ്യന്റെ കാലുകൾ കർത്താവിന്റെ ഭാഗത്തിലേക്ക് തിരിയണമെങ്കിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സഭാപ്രസംഗി 5 അധ്യായം 2 വചനത്തിൻ പ്രകാരം അവന്റെ ആദരത്തിന്റെ വാക്കുകൾ കർത്താവിന്റെ ഭാഗത്തിലേക്ക് തിരിയണം. ഒരു മനുഷ്യന്റെ കാലുകൾ കർത്താവിന്റെ ഭാഗത്തിലേക്ക് തിരിയണമെങ്കിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 10 അധ്യായം 5 വചനത്തിൻ പ്രകാരം അവന്റെ മനസ്സിന്റെ വിചാരം കർത്താവിന്റെ ഭാഗത്തിലേക്ക് തിരിയണം. ഒരു മനുഷ്യന്റെ, ഒരു സഹോദരന്റെ, ഒരു സഹോദരിയുടെ കാലുകൾ സർവശക്തനായ ദൈവത്തിന്റെ മാർഗത്തിൽ തന്നെ തിരിയണമെങ്കിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6 അധ്യായം 13 വചനത്തിൻ പ്രകാരം, റോമർക്കെഴുതിയ ലേഖനം 6 അധ്യായം 19 വചനത്തിൻ പ്രകാരം, സഹോദരി സഹോദര, നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തി, നിന്റെ ശരീരത്തിന്റെ പ്രവൃത്തി എന്റെ അപ്പൻ ക്രിസ്തുവിന്റെ ഭാഗത്തിലേക്ക് തിരിയണം. അതാണ് മാനസാന്തരം. ആമേൻ. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു അമ്മച്ചിയും ഒരു കൊച്ചു പെൺകുട്ടിയും ഒരു പട്ടണത്തിൽ താമസിച്ചു വന്ന് ഞായറാഴ്ച പള്ളിയിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ അമ്മച്ചി ആ കൊച്ചു പെൺകുട്ടിയുടെ കരത്തിൽ 2 നാണയത്തുട്ടുകൾ കൊടുത്തിട്ട് പറഞ്ഞ്, മകളെ, ഇതിൽ ഒരു നാണയത്തൊട്ട് ദൈവത്തിന് പള്ളിയിൽ കാണിക്കയിടുവാൻ, അടുത്ത നാണയത്തൊട്ട് പള്ളി കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വരുമ്പോൾ ഐസ്ക്രീം വാങ്ങുവാൻ വേണ്ടി. കുട്ടിക്ക് സന്തോഷമായി. അമ്മച്ചി നെടുനാൾ വാളട്ടെ 2 നാണയത്തൊട്ടുകളും വാങ്ങിക്കൊണ്ട് കുട്ടി 2 കൈയിലുമിട്ട് കളിച്ച് കളിച്ച് നടന്നപ്പോൾ പള്ളിയിൽ എത്തിച്ചേരും മുമ്പ് ഇതിൽ ഒരു നാണയത്തൊട്ട് താഴെ വീണ് ഉരുണ്ട് എവിടെ പോയി എന്നറിഞ്ഞുകൂടാ അവൾക്ക് നഷ്ടപ്പെട്ട്. അമ്മച്ചി 2 നാണയത്തൊട്ടുകൾ കൊടുത്ത്, ഒന്ന് ദൈവത്തിന്, ഒന്ന് മകൾക്ക്. ഇപ്പോൾ ഒരു നാണയത്തൊട്ട് നഷ്ടമായി. ആ പെൺകുട്ടി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. 2 നാണയത്തൊട്ട് എന്റെ അമ്മച്ചി തന്ന്, ഒന്ന് അങ്ങേക്ക്, ഒന്ന് എനിക്ക്. എനിക്കറിയാം ഇപ്പോൾ നഷ്ടമായത്, ഞാൻ നഷ്ടമാക്കിയത് അത് എന്റെ നാണയത്തൊട്ടല്ല, അങ്ങയുടെ നാണയത്തൊട്ടാണ്. എന്നോട് ക്ഷമിക്കണമേ. ഇതുപോലെയാണ് അനേകർ സൂത്രം നിറഞ്ഞവരാണ്, സൂത്രം നിറഞ്ഞവരാണ്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സഭാപ്രസംഗി 7 അധ്യായം 29 വചനത്തിലെ സകല മനുഷ്യരെയും ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ സൂത്രം അന്വേഷിക്കുന്നു. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേക സൂത്രങ്ങൾ അന്വേഷിച്ചു വരുന്നു. സൂത്രം, സൂത്രം ഉപേക്ഷിക്കണം. ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ പണം ഇല്ല എന്ന് ഒരു ദാരിദ്ര്യവശിയും പറയില്ല. എങ്ങനെയെങ്കിലും പണം 2 ലക്ഷം രൂപ സംഗ്രഹിക്കും, ആശുപത്രിയിൽ കൊണ്ടുപോകും. ദൈവം സൗജന്യമായി സൗഖ്യം തരുമ്പോൾ ദൈവസന്നിധിയിൽ നീ കരയരുത്. 15 ആണ്ടുകാലം 18 ആണ്ടുകാലം എല്ലാ സ്ഥലത്തും പോയി ലക്ഷങ്ങൾ ചെലവാക്കി കർത്താവ് നിനക്ക് സൗജന്യമായിട്ട് തന്നിരിക്കുന്ന ഈ സൗഖ്യം നീ മഹത്വപ്പെടുത്തി തന്നെ ചെയ്യണം.
ആമേൻ, ആമേൻ. സൂത്രമിടുക, സൂത്രമിടുക. ഇന്നും വൈകുന്നേരം ഭയങ്കര ടെലിഫോൺ വിളിയായിരിക്കും, പ്രാർത്ഥിക്കണമേ. അപ്പൊ രണ്ടാം ശനിയാഴ്ച ആരാധനയ്ക്ക് വന്നു സിസ്റ്റർ, രാവിലത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നോ ബ്രദർ എന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി എന്താണ് പറയുന്നത്? ഭയങ്കര മഴയാണ്, ഭയങ്കര മഴയാണ്. മഴ എപ്പോൾ പെയ്തു ബ്രദർ? കറക്റ്റ് 11 മണിക്കാണ്. 8 മണിക്ക് തുടങ്ങി നമ്മുടെ ആരാധന. 8 മണിക്ക് തുടങ്ങുന്നത്, മഴ 11 മണിക്കാണ് പെയ്യാൻ തുടങ്ങിയത്. ദൈവസന്നിധിയിൽ വരുവാൻ മനസ്സുള്ള എല്ലാവരും വന്നിട്ടാണ് കർത്താവ് മഴയെ അനുവദിച്ചത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന മനോഹരമായ കാലാവസ്ഥയ്ക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു എയർ കണ്ടീഷൻഡ് ഹാളിലും കിട്ടാതെ ഈ തണുത്ത അവസ്ഥയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേ. അതിന്റെ അർത്ഥം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും യേശുവിന്റെ നാമത്തിലായിക്കൊള്ളട്ടെ. നിന്റെ വാക്കും നിന്റെ ഇടപാടുകളും നിന്റെ പ്രവൃത്തിയും നിന്റെ നടപ്പും സഹോദര സഹോദരി യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിക്കൊള്ളട്ടെ. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാം വചനത്തില് അന്ന് ജെറുസലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടപ്പോൾ ശലോമോൻ ചക്രവർത്തി ചെയ്ത ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടുവന്ന് തന്നെ ജെറുസലേം പണിതുയർത്തി. കാരണം ആലയ പരിസരത്ത് ആയുധത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പാടില്ല. അത് ആരാധന സ്ഥലമാണ്. അവിടെ സ്തുതി, സ്തോത്രം, സങ്കീർത്തനം മാത്രമേ മുഴങ്ങിക്കേൾക്കാവൂ. അവിടെ ചുറ്റിയുടെ ശബ്ദം കേൾക്കുവാൻ പാടില്ല. കുറവ് തീർത്ത കല്ലുകളുടെ കൂട്ടായ്മയാണ് ദേവാലയം. കുറവ് തീർത്ത കല്ലുകളുടെ കൂട്ടായ്മയാണ് പ്രാർത്ഥനാലയം. വിടുക, വിടേണ്ടത് വിടുക, ഉപേക്ഷിക്കുക, കപടഭക്തി ഉപേക്ഷിക്കുക. നിന്റെ വാക്കും പ്രവൃത്തിയും യേശുവിന്റെ നാമത്തിലായിക്കൊള്ളട്ടെ. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവ പൈതലേ, നീ ലോകമുണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ മകളാണ്. ദൈവ പൈതലേ, സർവശക്തനായ യഹോവയാം ദൈവത്തിന്റെ മകനാണ് നീ. നിനക്ക് ചേർച്ചയില്ലാത്തത് ഒന്നും ധരിച്ചുകൊണ്ട് നീ നടക്കരുതേ. ആമേൻ, 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 ആമേൻ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു എല്ലാവരിലും. ഫിലിസ്തീയ മല്ലൻ ഗോലിയാത്തിനെ തകർക്കുവാൻ ദാവീദ് ദൈവസന്നിധിയിൽ ഒരുങ്ങിയപ്പോൾ ഗോലിയാത്ത് മരിക്കേണ്ടത് ശൗലിന്റെയും ആവശ്യമായിരുന്നു. അതുകൊണ്ട് 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ ശൗൽ തന്റെ രാജവസ്ത്രം എടുത്ത് ദാവീദിനെ ധരിപ്പിച്ച്, ശൗൽ തന്റെ പടയങ്കി എടുത്ത് ദാവീദിനെ ധരിപ്പിച്ച്, ശൗൽ തന്റെ വാളെടുത്ത് ദാവീദിനെ ധരിപ്പിച്ച്, ശൗലിന്റെ വാള്, ശൗലിന്റെ പടയങ്കി, ശൗലിന്റെ രാജവസ്ത്രം ധരിച്ച് ദാവീദ് നടന്നപ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അത് അവന് ഒട്ടും ശീലമില്ലായിരുന്നു. വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവഭക്തൻ ദാവീദ് ശൗലിന്റെ പടയങ്കിയും വാളും രാജവസ്ത്രവും ഊരി വച്ചിട്ട് നടന്നപ്പോൾ
സ്വർഗത്തിലെ ദൈവത്തിന്റെ അഭിഷേകം ദാവീദിൽ ഇറങ്ങി മല്ലന ദാവീദ് ജയിച്ച്. ആമേൻ, ആമേൻ. ശൗലിന്റെ പടയങ്കി കിടന്നപ്പോൾ രാജാവിനെ അറിയാം, ദാവീദിനറിയാം, ഞാനൊരു രാജാവാണ്, തൽക്കാലം ഞാനൊരു രാജാവാണ്. പക്ഷെ ആ പടയങ്കി ഊരി മാറ്റിയപ്പോൾ ദാവീദിനറിയാം, ഞാൻ നല്ല രാജാവ്, എന്റെ ദൈവമാണ് എന്റെ രാജാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പടയങ്കി ഊരി മാറ്റുക, പാപ അങ്കി ഊരി മാറ്റുക, കറപടിഞ്ഞ പാപ അങ്കി ഇന്ന് ഊരി മാറ്റുക. ഊരി മാറ്റുമ്പോൾ നിനക്കൊരു മഹത്വം വെളിപ്പെടും. ഞാൻ നല്ല രാജാവ്, എന്റെ ദൈവമാണ് എന്റെ രാജാവ്. ഹല്ലേലൂയ. അതാണ് മനസാന്തരം. ആർപ്പോട് നീ എന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുന്നോട്ട് തന്നെ ഓടുന്നു എൻ വീര ലഭിക്കും നിശ്ചയം, എൻ വീരനിക്കും ലഭിക്കും നിശ്ചയം, എൻ വീരനിക്കു ശത്രുക്കളാരുമേ കൊണ്ടുപോയില്ല, ശത്രുക്കൾ ആരുമേ കൊണ്ടുപോയില്ല. പ്രാപിക്കും അന്ന് ഞാൻ രാജൻ കയ്യിൽ നിന്നു, പ്രാപിക്കും അന്ന് ഞാൻ രാജൻ കയ്യിൽ നിന്നു. ദൂതന്മാരുടെ മധ്യത്തിൽ, ദൂതന്മാരുടെ മധ്യത്തിൽ. ആമേൻ. ആരും ഉറങ്ങിപ്പോകരുത്. തണുത്ത കാലാവസ്ഥ